ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബട്ടർ ചിക്കനാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ. അപ്പം ആദ്യം അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ അടുത്ത് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് ബോൺലെസ് പീസാണ് ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ നിറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ അടുത്ത് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കസൂരി മേത്തി കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് തൈര്, ഒരു ചെറിയ പീസ് ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമുക്കിത് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം. ഒരു അരമണിക്കൂർ, ചുരുങ്ങിയത് ഒരു അരമണിക്കൂർ. ഞാനൊരു 4-5 മണിക്കൂർ വെച്ചിട്ടുണ്ട്. ഞാൻ വൈകിട്ടാണ് ഉണ്ടാക്കിയത്. ഉച്ചക്കൊക്കെ മാരിനേറ്റ് ചെയ്തിട്ടൊരു വൈകുന്നേരം രാത്രിയൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയത്. നമുക്ക് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ബട്ടർ ചിക്കൻ ആണല്ലോ, അപ്പോൾ ഞാനത് എല്ലാതും ബട്ടറിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറും ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു 2-3 പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്തിട്ട ചിക്കൻ ഒന്ന് വെച്ച് കൊടുക്കാം. നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ്പായി ഫ്രൈ ചെയ്യണ്ട, എന്നാലും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് മുരിച്ചിട്ടെടുക്കണ്ട. അപ്പോൾ എല്ലാ പീസും ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞ് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചെറിയ തീയിലാണ് വെച്ചിട്ടുള്ളത്, ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. നമുക്കെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കാം. ഒരുപാട് ഓയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചെടുത്തിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് മുരിച്ചെടുക്കണ്ട, ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. എല്ലാം അങ്ങനെ തിരിച്ചു മറിച്ചെടുക്കുന്നു ഇട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചിക്കനൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി അതേ പാനിലേക്ക് തന്നെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. കുറച്ച് പട്ട, ഗ്രാമ്പു, ഇലയൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം, നിറച്ചിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 സവാളയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വലിയ 2 സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല, നമുക്കിത് അരച്ചെടുക്കാനുള്ളതായതുകൊണ്ട്. ഇനി ഒരു 3 പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു വലിയ 3 തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി കുറച്ച് ഒരു 15-20 കാഷ്യൂ ചേർത്ത് കൊടുക്കാം. ഞാനൊന്ന് കുതിർത്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, അല്ലാതെ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. നമുക്ക് ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അടുത്ത് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ അടുത്ത് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 1/4 കപ്പ് എടുത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാം ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫാക്കിയിടാം. ചൂടാറിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം.
ഇനി ആ പാനിൽ തന്നെ ഞാനെല്ലാം ഒരു പാനിലാണ് ചെയ്തെടുക്കുന്നത്. ആ പാനിൽ തന്നെ കുറച്ചൊരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ട്, നിർബന്ധമല്ല, നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള, ഇപ്പോൾ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല അരച്ചെടുത്തിട്ട് നമുക്കത് ആ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ കഴുകിയിട്ടുള്ള ആ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ, തിളച്ച് ഒരു സ്മെല്ലൊക്കെ മാറി വരുമ്പോൾ നമുക്കതിലേക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ആ ചിക്കൻ ചേർക്കുന്ന ഭാഗം ഞാൻ മിസ്സായിപ്പോയി, അതുകൊണ്ടാണ് ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ ചിക്കനും ആ മസാലയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ. ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ചിക്കനിലും മസാലയിലും ചേർത്തിട്ടുണ്ട്, കുറവുള്ളത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഈ ബട്ടർ ചിക്കൻ എന്ന് പറയുന്നത് കുറച്ച് പുളിയും മധുരവും ഒക്കെ ഉള്ളൊരു കറിയാണല്ലോ, കുറച്ച് എരിവ് അങ്ങനത്തെ ഒരു ടേസ്റ്റാണല്ലോ. അപ്പോൾ കുറച്ച് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ഇനി കുറച്ച് കസൂരി മേത്തി ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. കസൂരി മേത്തി ഒന്ന് ചൂടാക്കിയിട്ടൊന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ക്രീമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഓൾറെഡി കറി നല്ല ക്രീമായിട്ടാണ് ഇരിക്കുന്നത്, അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി നമുക്ക് ഫ്രഷ് ക്രീം കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു പീസ് ബട്ടർ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചപ്പാത്തി, പൊറോട്ട, നാൻ എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഇതിരിക്കുന്നതോറും കുറച്ചുകൂടെ ഇങ്ങനെ തിക്കായിട്ട് വരും. അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസിയാണ് ഉണ്ടാക്കാൻ. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.